പുരുഷന്മാരിൽ കണ്ടുവരുന്ന വന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബീജങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന കുറവ് അല്ലെങ്കിൽ ബീജങ്ങളുടെ ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഇവ കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും പുരുഷന്മാരിൽ വന്ധ്യത ഉണ്ടാവുന്നത്. ഈ ഒരു കാരണം മറികടക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ സലീം, ഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ സലീംസ് മിഡ്ലൈഫ് ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക്, തിരുവണ്ണൂർ, കോഴിക്കോട്. പുരുഷന്മാരുടെ ബീജങ്ങളുടെ ഉൽപാദനം നടക്കുന്നത് വൃഷണസഞ്ചിയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വൃഷണസഞ്ചിയുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട, ബീജോത്പാദനത്തിനെ കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് കൃത്യമായിട്ട് നടക്കാൻ ആദ്യമായിട്ട് വേണ്ടത് വൃഷണസഞ്ചിയുടെ ശരീരോഷ്മാവ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ശരീരോഷ്മാവിനേക്കാളും 2 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്, അതായത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പുരുഷന്മാരുടെ ബീജോത്പാദനം കൂട്ടുവാനും കൃത്യമായിട്ടുള്ള രീതിയിൽ നിലനിർത്തുവാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എങ്ങനെയാണ് ഇതിൽ മാറ്റം വരുന്നത്? കൂടുതൽ ഇതിൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ചില ജോലികൾ ചെയ്യുന്ന ആളുകളിലൊക്കെയാണ്. എപ്പോഴും ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ അമിതമായിട്ടുള്ള ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് സ്റ്റീൽ ഫാക്ടറികളിലും വെൽഡിംഗ് സൈറ്റുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന പുരുഷന്മാരിൽ, അതുപോലെ കിച്ചണിൽ കൂടുതൽ സമയം നിൽക്കുന്ന പുരുഷന്മാരിലൊക്കെ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിന്റെ കാരണം ഇവർക്ക് ഈ ഒരു അവരുടെ ബോഡി ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ട് റൈസ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവരുടെ വൃഷണത്തിന്റെ ടെമ്പറേച്ചറും റൈസ് ചെയ്യുകയും ഇത് അവരുടെ ബീജങ്ങളുടെ പ്രൊഡക്ഷനെ ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയങ്ങളിലൊക്കെ ബോഡിയെ തണുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ അധിക നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഒരു 45 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ ശ്രമിക്കുക. ടൈറ്റ് ആയിട്ടുള്ള ഇറുകിയ വസ്ത്രങ്ങളൊന്നും തീരെ ഉപയോഗിക്കാതിരിക്കുക. വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത്. ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ നിങ്ങളുടെ വൃഷണാരോഗ്യത്തിനെ വളരെ ദോഷമായിട്ട് ബാധിക്കും. മറ്റൊരു പ്രശ്നമായിട്ട് കാണുന്നത് എപ്പോഴും ഹോർമോണൽ ഇംബാലൻസസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോൺ, അതുപോലെ പ്രൊലാക്റ്റിൻ പോലെയുള്ള ഹോർമോണുകൾ, തൈറോയ്ഡ് ഹോർമോൺ, ഇവയെല്ലാം പുരുഷന്മാരിലെ ബീജോത്പാദനത്തിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഹോർമോണുകളാണ്. ടെസ്റ്റോസ്റ്റിറോൺ ആണ് വളരെ ഡയറക്റ്റ് ആയിട്ട് പുരുഷന്മാരിലെ ബീജോത്പാദനത്തിനെ നിയന്ത്രിക്കുന്നത്. ഇത് കൃത്യമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുത്തേ പറ്റുകയുള്ളൂ. അതുപോലെ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ സാധാരണ പുരുഷന്മാരിൽ വളരെ നേരിയ തോതിൽ ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. എന്നാൽ ചില പുരുഷന്മാരിൽ ഈ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കുറച്ച് അധികമായിട്ട് നിൽക്കുകയും ഇതിന്റെ കാരണത്തോടു കൂടി കൂടുതലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാരിൽ ബീജങ്ങളുടെ ഉൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യും. അതുപോലെ തൈറോയ്ഡ് ഹോർമോൺ, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളിൽ, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കുകയും അത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ ബീജങ്ങളുടെ ഉൽപാദനത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആന്റി ഓക്സിഡൻസും അതുപോലെ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പുരുഷന്മാർ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിക്കേണ്ടത്. പ്രത്യേകിച്ച് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസിന്റെ സോഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഇവ നമ്മൾ ഇലക്കറികൾ, ചീര, മുരിങ്ങയില, ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ വളരെയധികം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി അതുപോലെ വൈറ്റമിൻ ഇ പോലെ രണ്ടും പുരുഷന്മാരിലെ ബീജോത്പാദനത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള വൈറ്റമിൻസ് ആണ്. ഈ വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. വൈറ്റമിൻ ഇ ആണ് വളരെ ഡയറക്റ്റ് ആയിട്ട് പുരുഷന്മാരിലെ വന്ധ്യതയെ ബാധിക്കുന്ന ഒരു വൈറ്റമിൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. വൈറ്റമിൻ ഇ കുറയുകയാണെങ്കിൽ പുരുഷന്മാരിൽ വന്ധ്യതയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. വൈറ്റമിൻ ഇ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുവാൻ ഏറ്റവും സഹായിക്കുന്നത് പയറുവർഗ്ഗങ്ങൾ, അതുപോലെ കടലവർഗ്ഗങ്ങൾ പോലെയുള്ള ഭക്ഷണങ്ങളാണ്. ഈ പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട, കടലവർഗ്ഗങ്ങളിൽപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇവ മുളപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഇന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കൂട്ടുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ ജനറേഷനിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അത് കേവലം സ്മോക്കിംഗ് ആണെങ്കിലും
അതുപോലെ ആൽക്കഹോളിസം ആണെങ്കിലും, അതായത് മദ്യപാനമാണെങ്കിലും, അതുപോലെ സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗമാണെങ്കിലും ഇത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയും കൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പുകവലിയുള്ള ആളുകളിൽ അവരുടെ ബീജോത്പാദനത്തിനെ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ എന്ന പദാർത്ഥം വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും നിക്കോട്ടിൻ അമിതമായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതിന്റെ ഭാഗമായിട്ട് ബീജത്തിന്റെ ഉൽപാദനം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ചെയ്യാം. ആൽക്കഹോളിന്റെ ഉപയോഗം നിങ്ങളുടെ ലൈംഗിക ശേഷിയെയും അതുപോലെ പ്രത്യുൽപാദന ശേഷിയും വളരെ ദോഷമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സിന്തറ്റിക് ലഹരികൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത് നമ്മളുടെ ജീനുകളെയാണ്, അല്ലെങ്കിൽ ക്രോമസോമുകളെയാണ്. നമ്മളുടെ ജനിതക ഘടനയെ തന്നെ മാറ്റുകയും അത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഇനി അഥവാ വന്ധ്യത ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടികൾ, ജനിക്കാനിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന വൈകല്യങ്ങൾക്ക് വരെ ഈ സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം വളരെയധികം കാരണമാവുന്നതെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. മറ്റൊരു കാര്യം കൃത്യമായിട്ടുള്ള വർക്കൗട്ട് പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള വർക്കൗട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് പുരുഷന്മാരിൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പുരുഷ വന്ധ്യതയ്ക്ക് ചികിത്സ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പും വേസ്റ്റ് പ്രോഡക്ട്സും എല്ലാം ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളിൽ ഹോർമോണൽ ഇംബാലൻസസ് കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഡോപ്പമിൻ പോലെയുള്ള ഹോർമോൺസിന്റെ വർധന ഉണ്ടാക്കുകയും നിങ്ങളുടെ ശരീരത്തിനെ എപ്പോഴും ഒരു പ്ലസന്റ് സ്റ്റേറ്റിൽ നിർത്തുവാനും അല്ലെങ്കിൽ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിർത്തുവാനും അത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷനും സഹായിക്കുകയും ചെയ്യും. ടെസ്റ്റോസ്റ്റിറോൺ ആണ് പുരുഷന്മാരിലെ ബീജത്തിന്റെ ഉൽപാദനം കൃത്യമായിട്ട് സഹായിക്കുന്ന ഹോർമോൺ എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബീജങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് ഒരു പരിധി വരെ ഉയർത്താൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ചികിത്സ വളരെ അനിവാര്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ചികിത്സയോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വന്ധ്യതാ ചികിത്സയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നന്ദി.